യൂബർ ഉണ്ടല്ലോ, യൂബർ പല സംവിധാനങ്ങളിലൂടെയും നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോയിഡയിൽ യൂബർ ഞെട്ടിച്ച ഒരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്യാബ് വിളിച്ച് യാത്ര പോയ ആൾക്ക് കിട്ടിയത് 7.5 കോടിയുടെ ബില്ലാണ്. അതും സ്ഥിരം പോകാറുള്ള 62 രൂപ ട്രിപ്പിൽ. നോയിഡയിലെ ദീപക് എന്ന യുവാവിന്റെ പോസ്റ്റ് എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു. चंद्रयान का बिल भी नहीं आता, उससे जाते थे। इतने के तो घोटाले नहीं होते। कितने का आया है तुम्हारा बिल, दिखाना जरा। 7,66,83,762 रुपए का। और सर ये वो बिल है जिसपे कोई भी वेटिंग चार्ज नहीं लगा होगा और जीएसटी भी नहीं लगी इसमें तो? नहीं। कहाँ से आ रहे भैया, मंगल ग्रह से? मैंने इतने जीरो काउंट नहीं करे होंगे करोड़ के एक बार में। चंद्रयान का बिल भी नहीं आता, उससे जाते थे। इतने के तो घोटाले नहीं होते। कितने का आया है तुम्हारा बिल, दिखाना जरा। 7,66,83,762 रुपए का। और सर ये वो बिल है जिसपे कोई भी वेटिंग चार्ज नहीं लगा होगा और जीएसटी भी नहीं लगी इसमें तो? नहीं। कहाँ से आ रहे भैया, मंगल ग्रह से? मैंने इतने जीरो काउंट नहीं करे होंगे करोड़ के एक बार में। चंद्रयान का बिल भी नहीं आता, उससे जाते थे। നമുക്കിപ്പം ലാൽ, ഈ പലവിധ സേവനങ്ങൾ കൊണ്ട് നമ്മളെ എപ്പോഴും സഹായിക്കുന്ന ഒരു ആപ്പാണ് യൂബർ. എപ്പോഴും നമുക്ക് പല സമയങ്ങളിലും ഈ ആപൽഘട്ടങ്ങളിലൊക്കെ സഹായി എന്ന് പറയുന്നത് പോലെ ഫോൺ എടുത്ത് യൂബറിൽ നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്യാറുണ്ട്, കാർ ബുക്ക് ചെയ്യാറുണ്ട്, നേരത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവിധ സേവനങ്ങളും കൊണ്ട് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു സാധനമായിരുന്നു യൂബർ. പക്ഷേ ഇത് കുറച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയായി. ഒരു യാത്രയ്ക്ക് 7.5 കോടിയുടെ ബില്ലൊക്കെ വരാമെന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചതിനാൽ? ദീപക് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇതിപ്പോൾ ഞാൻ ചന്ദ്രനിൽ നിന്നാണോ വണ്ടി വിളിച്ചുകൊണ്ട് വന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ പോസ്റ്റ് കണ്ട പലരും ചോദിക്കുന്നത്. ഈ ചന്ദ്രയാൻ വിളിച്ചുകൊണ്ട് വന്നാൽ പോലും ഇത്രയും പൈസ ആവില്ലായിരുന്നുള്ളവേ എന്നാണ് ചോദിക്കുന്നത്. കാരണം അമ്മാതിരി റേറ്റാണ്. അതിനകത്ത് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ 69 രൂപയ്ക്ക് പോകുന്ന ട്രിപ്പാണ്. പക്ഷേ ഈ ട്രിപ്പിന് അവർ ഈടാക്കിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1.5 കോടി രൂപയാണ്. ബാക്കിയുള്ള 5.5 കോടി രൂപയുടെ അടുത്തുള്ളത് വെയിറ്റിംഗ് ചാർജ് കൂടി ആഡ് ചെയ്തിട്ടാണ്. അതായത് യാത്ര പോയതിനേക്കാൾ ചിലവ് വെയിറ്റിംഗ് ചാർജിനാണ്. 1 കോടി യാത്രയ്ക്കും 5 കോടി വെയിറ്റിങ്ങിനുമായിട്ടാണ് ഇട്ടത്. അങ്ങനെയാണ് മൊത്തം 7.5 കോടിയുടെ അടുത്തൊരു എമൗണ്ട് വരുന്നത്. ഇതെന്താ സംഭവിച്ചത് എന്നുള്ളത് സത്യത്തിന് ദീപകിന് മനസ്സിലായില്ല. ദീപക് തന്നെ പറയുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സംഖ്യ തന്നെ കാണുന്നത്. ഒരു എമൗണ്ടിനെ കുറിച്ച് എഴുതി കാണിക്കുന്നത് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. എവിടെ നിർത്തി അടയ്ക്കും മനുഷ്യ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത് ദീപക് പറഞ്ഞപ്പോൾ ദീപകിൻ്റെ ഫ്രണ്ടാണ് നമുക്കിത് എക്സ് വഴി എല്ലാവരോടും പറയണം, നമ്മൾ ഈ 69 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് ഇത് ഇമാതിരി എമൗണ്ട് വന്നത് വലിയ സംഭവം തന്നെയാണല്ലോ. നമ്മളാണെങ്കിൽ ഞെട്ടിപ്പോൾ. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് തമ്പാനൂർ വരെ പോകാൻ വേണ്ടിയിട്ട് വണ്ടി വിളിച്ച് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിറങ്ങുമ്പോഴത്തേക്കും ഒരു വലിയൊരു കാറ് തന്നെ വാങ്ങാൻ, റോൾസ് റോയ്സ് വാങ്ങേണ്ട എമൗണ്ട് ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അമ്മാതിരി അവസ്ഥയായിരുന്നു. പക്ഷേ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം, ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതിന് ശേഷം ഊബറിൽ നിന്ന് ദീപകിന് കോൾ വരികയും മെസ്സേജ് വരികയും ചെയ്തു. ഊബർ പറയുന്നത് അതിനേക്കാൾ രസകരമായ കാര്യമാണ്. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ഞങ്ങളോട് പറയണം. പക്ഷേ ഇതിനകത്ത് എന്ത് പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഞങ്ങൾ പരിഹരിക്കാനുള്ള പരിപാടി ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ദീപകിനും കൂടുതൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഇതിപ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതിപ്പോൾ ആർക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ആ പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 69 രൂപയ്ക്ക് പകരം 7.5 കോടി രൂപ വന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചായിരിക്കും ആദ്യം ഊബർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ദീപക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെന്ത് കണക്കാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നൊരു പ്രഖ്യാപനം നൽകിയിട്ടാണ് ഊബർ പോയിരിക്കുന്നത് എന്നുള്ളത് ദീപകിനെ സംബന്ധിച്ചൊരു ആശ്വാസം തന്നെയാണ്. നമുക്ക് ഈ സത്യത്തിൽ ആരാ പടക്കം പൊട്ടിച്ചെന്നൊരു അവസ്ഥയായിട്ടാണ്. ആർക്കും ഒന്നും അറിയാൻ പറ്റാത്തൊരു കാര്യം. അപ്പൊ എന്താണെങ്കിൽ